കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനം. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ചേർന്ന് രാമൻ പറഞ്ഞു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നമ്മളോട് കൂടെ ഇരിക്കണം. അപ്പൊ പൗലോസ് വ്യക്തമായി അവിടെ കൊരിന്ത്യ സഭയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നു. സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ, ഏക മനസ്സുള്ളവരായിരിപ്പീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ 5 കൂട്ടം കാര്യങ്ങളാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. ഞാനത് ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ദൂതിലേക്ക് വരാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ ആ സഭയോടുള്ള ബന്ധത്തിൽ ശക്തമായ ഉപദേശങ്ങളാണ് പൗലോസ് അറിയിക്കുന്നത്. സ്തോത്രം. ശക്തമായ ഉപദേശങ്ങൾ. ഒരു സഭയുടെ നിലനിൽപ്പിന്, ഒരു സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ പത്യോപദേശമാണ്. ദൈവവചനത്തിന്റെ പത്യോപദേശം അകത്തില്ലാത്ത ഒരു സഭയ്ക്കും നിലനിൽക്കുവാൻ കഴിയുകയില്ല. സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? സ്തോത്രം. ഹല്ലേലൂയ. സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മൂലക്കല്ലായ ക്രിസ്തു യേശു ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും സഭയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ മറ്റൊന്നാണ് ദൈവവചനത്തിന്റെ പത്യോപദേശം. സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത്യ സഭ രൂപപ്പെട്ടു വന്നതിന്റെ പുറകിൽ അധ്വാനത്തിന്റെയും പോരാട്ടത്തിന്റെയും വെല്ലുവിളികളുടെയും എത്രത്തോളം ഘനമുണ്ടായിരുന്നു എന്ന് പ്രാർത്ഥിച്ച് പോരാടി ആ കൊരിന്തി പട്ടണത്തെ പിടിച്ചടക്കിയ അപ്പോസ്തലൻ അറിയാം. വന്നു കയറിയവൻ അറിയത്തില്ല, പക്ഷെങ്കിൽ പ്രാർത്ഥിച്ചവൻ അറിയാം, പോരാടിയവൻ അറിയാം. വെല്ലുവിളിയുടെ നടുവിൽ അത്യധ്വാനം ചെയ്തവൻ അറിയാം. കൊരിന്ത്യ പട്ടണത്തിൽ അങ്ങനെ ഒരു സഭ പൊങ്ങാനുള്ള എത്രത്തോളം വില കൊടുത്തിട്ടുണ്ടെന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവന് അറിയാം. അതുകൊണ്ട് തന്നെ ആ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി, ആ സഭയുടെ മുന്നേറ്റത്തിന് വേണ്ടി, ആ സഭയിൽ പലവിധമാകുന്ന കാര്യങ്ങൾ പിന്നീട് പൊങ്ങി വരുമെന്ന് മനസ്സിലാക്കിയ പൗലോസ് 1-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ സഭയ്ക്ക് ശക്തമായ ഉപദേശം നൽകി. ആധികാരികമായി ശാസിക്കേണ്ട ഇടങ്ങളിൽ ശാസിച്ചു. അനുസരിക്കേണ്ട കാര്യങ്ങൾ അവരോട് കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഇതെല്ലാം നിങ്ങൾ അനുസരിച്ച് വേണം മുൻപോട്ട് പോകാൻ. സ്തോത്രം.
ഒരു സഭ ഫോം ചെയ്ത് ആരാധിക്കുന്നത് കൊണ്ട് കാര്യമായിട്ടില്ല. ആ സഭയെ വളർന്നു വരണമെങ്കിൽ ഉപദേശം അതിൻ്റെ അകത്ത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലൻ ശക്തവും ദൃഢതയാർന്നതും ഹല്ലേലൂയ പലരുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ഉപദേശങ്ങൾ ആ മനുഷ്യൻ ഒന്നാമത്തെ കത്ത് പോലെ എഴുതി കൊടുത്തു. പൗലോസ് എഴുതിവിട്ട ഒന്നാമത്തെ കത്ത, ഒന്നാമത്തെ ലേഖനം. ഇങ്ങനെ ഒന്നാമത്തെ കത്ത്, ഒന്നാമത്തെ ലേഖനം പൗലോസ് കോരിന്ത്യ സഭയിൽ ശക്തമായ നിലയിൽ ഉപദേശപ്രകാരം അയച്ചപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ അതിനെ ഏറ്റെടുത്തു. ഭൂരിപക്ഷം ആൾക്കാർ അതിനെ ഏറ്റെടുത്ത് കൈയടിച്ച് സ്വീകരിച്ച് ജീവിതത്തിൽ അവൻ അനുവർത്തിച്ചു മുൻപോട്ട് പോയപ്പോൾ അവിടെ ന്യൂനപക്ഷമായിരിക്കുന്ന ചിലർക്ക് ഇതൊന്നും അനുസരിച്ച് ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. വിട്ടുവന്ന പല കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിടാൻ മനസ്സില്ലാത്തത് കൊണ്ട് പൗലോസിന്റെ അപ്പോസ്തലികത്വത്തെ അവർ ചോദ്യം ചെയ്തു. പൗലോസിന്റെ ശുശ്രൂഷയെ അവർ ചോദ്യം ചെയ്തു. പൗലോസിന്റെ അധികാരത്തെ അവർ ചോദ്യം ചെയ്തു. ശക്തമായ നിലയിൽ ഇങ്ങനെ ഉപദേശിക്കത്തക്കവണ്ണം അവൻ ആര് എന്ന നിലയിൽ സഭയെ ഇളക്കി, സഭയുടെ അകത്ത് ഭിന്നത കൊണ്ടുവന്ന് സഭയെ ഇളക്കി പൗലോസിനെതിരെ ആൾക്കാരെ കൂട്ടി പൗലോസ് ശക്തമായി ഉപദേശിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിന് വിരോധമായി സഭയുടെ അകത്ത് പലവിധമാകുന്ന പ്രവൃത്തി വെളിപ്പെട്ടു എന്ന് പൗലോസിന് കേട്ടുകേൾവി. പൗലോസ് ഉടനെ തീത്തോസിനോട് പറഞ്ഞു, നീ വേഗത്തിൽ കോരിന്തിലേക്ക് പോയിട്ട് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി എന്നോട് അറിയിക്കുക. തീത്തോസ് പോയി കോരിന്ത്യ പട്ടണത്തിൽ ചെന്നപ്പോൾ സഭയുടെ പോക്ക് പൗലോസ് ആഗ്രഹിച്ചതുപോലെയല്ല. അത് മനസ്സിലാക്കിയ തീത്തോസ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പൗലോസിന് കൊണ്ടുവന്നു കൊടുത്തു. ഹല്ലേലൂയ. പൗലോസിനോട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. പല ചോദ്യശകലങ്ങൾ ഉയരുന്നുണ്ട്, പല ചോദ്യം ഹല്ലേലൂയ ഉയരുന്നുണ്ട്, പല വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. ഒന്നാമത്തെ ലേഖനത്തിൽ കർശനമായി കൊടുത്ത ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി ഉപദേശങ്ങളെ ദുരുപദേശമാക്കുന്ന സ്തോത്രം, ഉപദേശങ്ങളെ ദുരുപദേശമാക്കി, ഉപദേശങ്ങളെ തെറ്റിച്ച്, ഉപദേശങ്ങളിൽ വെള്ളവും മായവും ചേർത്ത് ഉപദേശങ്ങളെ വഴിതെറ്റിച്ച് ജനത്തിനെ പലവിധമാകുന്ന ഭിന്നിപ്പുണ്ടാക്കി ഹല്ലേലൂയ പൗലോസിനെതിരെ ആൾക്കാരെ കൂട്ടുന്ന റിപ്പോർട്ട് തീത്തോസിന് കിട്ടിയപ്പോൾ അവർ ഹല്ലേലൂയ ആ സാഹചര്യത്തെ മനസ്സിലാക്കി പൗലോസിന്റെ ശുശ്രൂഷ എന്താണെന്നും പൗലോസിന്റെ അപ്പോസ്തലികത്വം എന്താണെന്നും പൗലോസിന്റെ മേൽ ദൈവം ഏൽപ്പിച്ച കർത്തവ്യം എന്താണെന്നും അവരെ മനസ്സിലാക്കാൻ എഴുതിയ ലേഖനമാണ് രണ്ടാമത്തെ ലേഖനം. സ്തോത്രം, സ്തോത്രം. ഒരു പക്ഷം പൗലോസിന്റെ ഉപദേശത്തെ അനുസരിച്ച് അതിനെ അംഗീകരിച്ച് നിൽക്കുന്നവർക്ക് അവൻ അനുകൂലമായി ലേഖനത്തിൽ കത്തെഴുതി, അവൻ രണ്ടാമത്തെ കത്തെഴുതി. എന്നാൽ തനിക്കെതിരെ നിന്ന ന്യൂനപക്ഷത്തിനെ ശക്തമായിട്ട് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ വെറുതെ ഇറങ്ങി വന്നവനല്ല, ഞാൻ ദൈവത്തെ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിറങ്ങിയവനാ. എത്ര പേർക്ക് ഞാൻ പറയുന്നു മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രവാചകം വന്നെന്റെ തലയിൽ കൈവച്ചെന്നോട് ദൂത് പറഞ്ഞിറങ്ങിയവനല്ല ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും യേശു ഉണ്ടെന്ന് പറഞ്ഞ് സുവിശേഷം കേട്ടിറങ്ങിയവനല്ല ഞാൻ. ഹല്ലേലൂയ, ദമസ്കോസിന്റെ പടിക്ക് വെച്ച് ഒരു വെളിച്ചം എന്റെ മുമ്പിൽ ഉദിച്ചു വന്നു. ഹല്ലേലൂയ, കുതിരപ്പുറത്തു നിന്ന് ഞാൻ താഴെ വീണു. ഹല്ലേലൂയ, എന്റെ കല്ലിൽ കുതിരപ്പുറത്തു നിന്ന് ഞാൻ താഴെ വീണ സമയത്ത് ദമസ്കോസിന്റെ പടിക്ക് വെച്ച് ഞാൻ ഒരുവനെ കണ്ടുമുട്ടി. അവന്റെ പേരാണ് നസ്രയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു എനിക്ക് കേട്ടുകേൾവിയല്ല, യേശു ക്രിസ്തു ആരെങ്കിലും പറഞ്ഞുള്ള കേട്ടുകേൾവിയല്ല. ഞാൻ അവനെ നേരിട്ട് കണ്ടു, ഞാൻ അവനെ നേരിട്ട് അനുഭവിച്ചു, ഞാൻ അവനെ നേരിട്ട് കണ്ടു, ഞാൻ അവനെ നേരിട്ട് അനുഭവിച്ചു. അവൻ എന്നോട് നേരിട്ട് സംസാരിച്ചു. എന്റെ മേലുള്ള അധികാരം, എന്റെ മേലുള്ള ശുശ്രൂഷ, എന്റെ മേലുള്ള കർത്തവ്യം എന്താണെന്ന് അറിയണ്ടേ? എന്നോട് യേശു നേരിട്ട് സംസാരിച്ചു. കർത്താവ് പൗലോസിന്റെ മേൽ പകർന്ന അധികാരത്തെ,
അപ്പോസ്തലിക അധികാരം. അപ്പോസ്തലനാകണമെങ്കിൽ യേശുവിന്റെ കൂടെ, യേശുവിനെ കാണണം, യേശുവിന്റെ കൂടെ നടക്കണം, യേശുവിന്റെ കൂടെ ജീവിക്കണം. യേശുവിന്റെ കൂടെ ചരിത്രമുള്ളവനെയാണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് അപ്പോസ്തലന്മാരുടെ അതിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലാണ് ശൗല് പൗലോസായി മാറുന്നത്. പൗലോസ് ഹല്ലേലൂയ കർത്താവിന്റെ കൂടെ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല, പോയിട്ടില്ല, വന്നിട്ടില്ല, കണ്ടിട്ടില്ല. ഹല്ലേലൂയ ചോദ്യം, ഇവൻ എങ്ങനെ അപ്പോസ്തലനായി? അതാണ് ദുരുപദേശകന്മാരുടെ, എതിർപ്പ് നിൽക്കുന്നവരുടെ ചോദ്യം. ഇവൻ എങ്ങനെ അപ്പോസ്തലനായി? അപ്പോസ്തല അധികാരത്തിനുള്ള യോഗ്യത ഇവൻ എങ്ങനെ വന്നു? പൗലോസിന്റെ മറുപടി, ഹല്ലേലൂയ ശരിയാ, ഞാൻ കർത്താവിന്റെ കൂടെ നടന്നിട്ടില്ല, പോയിട്ടില്ല, വന്നിട്ടില്ല, കാര്യം ശരിയാ. പക്ഷേ ദമസ്കോസിൽ കാണേണ്ടവനെ ഞാൻ കണ്ടു, കാണേണ്ടവനെ ഞാൻ കണ്ടു, കാണേണ്ടവനെ ഞാൻ കണ്ടു. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? തന്റെ അധികാരത്തെ വെളിപ്പെടുത്താൻ, തന്റെ ശുശ്രൂഷ വെളിപ്പെടുത്താൻ, തന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന കർത്തവ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ, അവരെ ഉറപ്പിക്കാൻ, അവരെ ബോധ്യപ്പെടുത്താൻ, അവരുടെ സംശയം മാറ്റാൻ, അതിന്റെ വെല്ലുവിളികളെ നീക്കാൻ ശക്തമായ നിലയിൽ അവിടെ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും റിപ്പോർട്ടിനുമുള്ള മറുപടിയാണ് രണ്ടാം ലേഖനം. പൗലോസ് ശക്തമായി പറയുന്നു, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെങ്കിൽ ആ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ 13-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു എന്നിൽ, സ്തോത്രം, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ ഹല്ലേലൂയ തെളിവ് എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുക. കണ്ടോ, പൗലോസിനെതിരെയുള്ള അവരുടെ ചോദ്യങ്ങളാണ്. സ്തോത്രം. അവൻ നിങ്ങളെ സംബന്ധിച്ചു ബലഹീനനല്ല, നിങ്ങളിൽ ശക്തൻ തന്നെ. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഒരാമേൻ പറഞ്ഞേ. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും, ചേർന്ന് രാമൻ പറയാമോ? ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോട് കൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ബലഹീനരെങ്കിലും, ഞാൻ ബലഹീനനെങ്കിലും എന്നിൽ വാസിക്കുന്നവൻ ശക്തനാണെന്നാണ് പൗലോസ് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ബലഹീനനാണെങ്കിലും എന്നിൽ വസിക്കുന്നവൻ ശക്തനാണ്. ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടെങ്കിലും ദൈവശക്തിയിൽ അവൻ ഉയർത്തെഴുന്നേറ്റു, ദൈവശക്തിയിൽ അവൻ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഒന്ന്, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളുടെ ഇടയിൽ വസിക്കണമെങ്കിൽ ഒന്ന്, നിങ്ങളുടെ ഇടയിൽ സന്തോഷം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് സന്തോഷം ഉണ്ടാകുന്നത്? അതിന്റെ അർത്ഥം എന്താ? സന്തോഷിപ്പീ എന്ന് പൗലോസ് അവരോട് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സന്തോഷം ഇല്ല. ഉള്ള സന്തോഷം കൂടെ കെടുത്തിയിട്ടാണ് ഈ പുള്ളികളെല്ലാം ഇരിക്കുന്നത്. അപ്പൊ സന്തോഷമില്ലാത്ത ഇടത്ത് പൗലോസ് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കർത്താവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, നമുക്കൊരു നിത്യത ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. എല്ലാവരുടെയും സന്തോഷം അതാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്നു. അപ്പോ എന്തിനെല്ലാം നമ്മൾ സന്തോഷിക്കണം? അതാണ് ഒന്നാമത്തെ ചിന്ത.
എന്തിനെല്ലാം നമ്മൾ സന്തോഷിക്കണം. ഞാൻ പറയുന്ന വാക്യങ്ങളെല്ലാം വായിക്കണം. കാരണം ഒരു പഠനം പോലെയാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോണം. സ്തോത്രം. 1 തെസ്സലോനിക്കർ 5:16 പറയുന്നുണ്ട്, കർത്താവിൽ സന്തോഷിപ്പിക്കും. കർത്താവിൽ സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ. എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിപ്പിക്കും. എപ്പോഴും. സ്തോത്രം. എടുത്തെങ്കിലും ഒന്ന് വായിച്ചു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:16. എപ്പോഴും മതി. എപ്പോഴും ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. എപ്പോഴും സന്തോഷിക്കും. കൊണ്ട് പ്രസംഗിച്ചാൽ മതി. എപ്പോഴും സന്തോഷിക്കത്തക്കവണ്ണമുള്ള സാഹചര്യം ഒന്നുമല്ല ഞങ്ങളുടേത് എന്നൊക്കെ പലവിധമാകുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ പൗലോസ് പറയുന്നു എപ്പോഴും. ഇതെല്ലാം പറയുന്നത് കാരാഗ്രഹത്തിൽ കിടന്നുണ്ട്. സന്തോഷിക്കാൻ ഒരു വകയും ഇല്ലാത്ത ഇടങ്ങളിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുക എപ്പോഴും സന്തോഷിക്കും. അപ്പൊ നമ്മുടെ വിഷയം എന്തിനെല്ലാം സന്തോഷിക്കണം. ഒന്നാമത്തെ കാര്യം ഫിലിപ്പിയർ 4:4. ഫിലിപ്പിയർ 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷം. അപ്പൊ ഒന്നാമത് സന്തോഷിക്കണം എന്ന് പൗലോസ് പറയുന്നത്, നീ സന്തോഷം കണ്ടെത്തേണ്ടത് കർത്താവിലാണ്. രാമൻ എത്ര പേര് പറയും? രാമൻ എത്ര പേര് പറയും? സ്തോത്രം. സിനിമയിലോ സീരിയലിലോ കോമഡികളിലോ മറ്റുവിധ കാര്യങ്ങളിലല്ല നീ സന്തോഷം കണ്ടെത്തേണ്ടത്. 4 പേര് കൂടിയിരുന്ന് വട്ടമേശ സമ്മേളനം നടത്തുന്നിടത്തല്ല നീ സന്തോഷം കണ്ടെത്തേണ്ടത്. നീ സന്തോഷം കണ്ടെത്തേണ്ടത് കർത്താവിലത്രേ. കർത്താവിൽ കണ്ടെത്തുന്ന സന്തോഷം അപ്പോസ്തലന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, അതിനെ തല്ലിക്കെടുത്താൻ ഒന്നിനും കഴിയത്തില്ല. എത്ര പേർക്ക് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിലാണോ നമ്മൾ സന്തോഷിക്കുന്നത്, ആ സന്തോഷത്തിന് ജീവനുണ്ട്, ആ സന്തോഷത്തിന് ആയുസ്സുണ്ട്, ആ സന്തോഷം നിലനിൽക്കും. ഹല്ലേലൂയ. കർത്താവിലാണ് സന്തോഷിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ആ സന്തോഷം നിലനിൽക്കും. ഈ പല സന്തോഷങ്ങളും നിലനിൽക്കാതെ പോകുന്നത് ക്രിസ്തു അതിൻ്റെ അകത്തില്ലാത്ത. സ്തോത്രം. ക്രിസ്തു അതിൻ്റെ അകത്തില്ലാത്തത് കൊണ്ട് പല സന്തോഷങ്ങളും എന്ത് ചെയ്യുന്നത്? നിലനിൽക്കാത്ത. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിഷമിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും കർത്താവിലുള്ള സന്തോഷം അകത്തുണ്ടെങ്കിൽ ആ വിഷമത്തെ എല്ലാം ജയിക്കും ആ വ്യക്തി. പ്രതിസന്ധികൾ ഒന്നല്ല അനവധി. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും കർത്താവിലാണ് സന്തോഷമെങ്കിൽ ഹല്ലേലൂയ, ആ അനർത്ഥങ്ങളൊന്നും നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാകത്തില്ല. ചേർന്ന് രാമൻ പറഞ്ഞു, ഓ ജീസസ്. ഞാൻ ദൂതുകൾ അവസാനം പറയാം. സ്തോത്രം. അപ്പൊ ഒന്ന് സന്തോഷിക്കേണ്ടത് നിങ്ങൾ കർത്താവിലാണ്. നിങ്ങൾ ദുരുപദേശത്തിൽ സന്തോഷിക്കാതെ, നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം തമ്മിലടിയിൽ സന്തോഷിക്കാതെ, ഹല്ലേലൂയ സന്തോഷത്തോടെ പോകുന്ന സഭയെ നിങ്ങൾ ഇല്ലാതാക്കി സന്തോഷിക്കാതെ, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് സന്തോഷിക്കാതെ, ഹല്ലേലൂയ നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പി. രണ്ടാമത് സന്തോഷിക്കേണ്ടത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. സ്വർഗത്തിൽ 12 സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിന്. രാമൻ പറഞ്ഞേ, പ്രത്യാശകൾ എത്ര പേരുണ്ട്? പ്രത്യാശകൾ എത്ര പേരുണ്ട്?
ഒന്ന് കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. രണ്ടാമത്തെ സന്തോഷം ഹല്ലേലൂയ സ്വർഗത്തിൽ. ഓ കൃപ കൃപ കൃപ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷത്തെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. പ്രാണനാഥം പറയുകയാണ്, സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു പ്രതിഫലം. ഓ ഞാൻ ഈ ദൂത് പഠിച്ചപ്പോ എന്റെ ഹൃദയം സന്തോഷിക്കുവാൻ ഇടയായി തീർന്നു. സ്വർഗത്തിൽ ചെറിയതെന്നല്ല, ഒരു പ്രതിഫലമെന്നല്ല, സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു പ്രതിഫലമുള്ളത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുല്ലസിപ്പീ. നീ ഉപവസിച്ചു വന്നത്, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, നീ സൂമിൽ ജോയിൻ ചെയ്യുന്നത് കുഞ്ഞെ വെറുതെയല്ല. സ്വർഗത്തിൽ നിനക്ക് വലിയ ഒരു പ്രതിഫലമുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ സന്തോഷിച്ച് ഇന്ന് പകൽ ഉല്ലസിക്ക. കൈയടിക്കുന്നവരെ പലർക്കും പുച്ഛമാ, അന്യഭാഷ പറയുന്നവരെ പുച്ഛമാ, എന്തെന്ന് കേട്ടാൽ പുച്ഛമാ. പക്ഷെ നിനക്ക് ഉല്ലസിച്ച് സന്തോഷിക്കാൻ എന്താ നിനക്ക് ഇവളല്ല പ്രതിഫലം, നിനക്ക് ആരാധിക്കുന്നതിന് ഇവളല്ല പ്രതിഫലം, നീ സ്തുതിക്കുന്നതിന് ഇവളല്ല പ്രതിഫലം, പ്രസംഗിക്കുന്നതിന് ഇവളല്ല പ്രതിഫലം, നിനക്ക് സ്വർഗത്തിൽ വലിയൊരു പ്രതിഫലമുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ നമ്മോടെ വാഴ്ത്താൻ കഴിയും? സ്തോത്രം സ്തോത്രം സ്തോത്രം. എനിക്കിതൊക്കെ പ്രസംഗിക്കുമ്പോ ഒരു ആവേശമാണ്, എനിക്കിതൊക്കെ പ്രസംഗിക്കുമ്പോ ഹല്ലേലൂയ ഒരു ആവേശമാണ്. ബന്ധനം അഴിയുന്നതിനെക്കാട്ടിലും എത്രയോ വലുതാണ് ദൈവം തരുന്ന ഇന്ന് പകലത്തെ ദൂത്. ഹല്ലേലൂയ. നീ ഉപവസിക്കുന്നത് വെറുതെയല്ല, നീ പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല, നീ ആരാധിക്കുന്നത് വെറുതെയല്ല, നീ വണ്ടി ഇവിടെ വന്നത് വെറുതെയല്ല, നീ ഇവിടെ വന്നത് വെറുതെയല്ല, നിന്റെ സമയം മാറ്റി വെച്ച് നീ ഭൂമിയിൽ ജോലി ചെയ്തിരിക്കുന്നത് വെറുതെയല്ല, നിനക്ക് സ്വർഗ്ഗത്തിൽ വലിയൊരു പ്രതിഫലമുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. അപ്പൊ നിങ്ങൾ സന്തോഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം, സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു പ്രതിഫലമുണ്ട് എന്നതോർത്ത് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. ആമേൻ. മൂന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം ഇത് പറഞ്ഞിട്ട് ദൂതിലേക്ക് വരാം. മൂന്നാമത്തെ കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം. ലൂക്കോസ് 10:20. സ്വർഗത്തിൽ നിങ്ങളുടെ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, എന്ന് വെച്ചാൽ ഭൂത ശുശ്രൂഷയെക്കാട്ടിലും ഉപരി സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ചേർന്നൊരു ഹല്ലേലൂയ പറയാൻ കഴിയുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. മൂന്നാമത്തെ സന്തോഷത്തെ കുറിച്ച് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, ഭൂതങ്ങൾ അഴിയുന്നതിലല്ല, പൈശാചിക ബന്ധനങ്ങൾ അഴിയുന്നതിലല്ല, പൈശാചിക പോരാട്ടങ്ങൾ ബൈ പറഞ്ഞു പോകുന്നതിലല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്റെ പേരെഴുതിയിരിക്കുന്നതിൽ നീ സന്തോഷിപ്പീ. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? നീ ഇവിടെ ഭൂതത്തെ അഴിച്ചും രോഗികളെ സൗഖ്യമായി ഇരുന്നിട്ട് നിന്റെ പേരും നരകത്തിന്റെ ലിസ്റ്റിലാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ നീ അത് ചെയ്തത് കൊണ്ട് എന്ത് പ്രയോജനം? ഇന്ന് പകലിൽ പരിശുദ്ധ കർത്താവ് പറയുക, ഭൂതത്തെ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ രോഗം സൗഖ്യമാകുന്നതിലല്ല, നിങ്ങളുടെ ബന്ധം അഴിഞ്ഞു പോകുന്നതിലല്ല, മറിച്ച് സ്വർഗ്ഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ നമ്മൾ
ഇന്ന് പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? സന്തോഷമുള്ള എത്ര പേരുണ്ട്? സന്തോഷമുണ്ട്. ആത്മീയ സന്തോഷം ഞാൻ സന്തോഷിക്കുന്നു. ആത്മാവിൻ സന്തോഷിക്കട്ടെ. വിശ്വസിക്കണം, വിശ്വസിക്കണം, വിശ്വസിക്കണം. എന്റെ പേര് സ്വർഗത്തിലുണ്ട്, എന്റെ പേര് ജീവ പുസ്തകത്തിന്റെ താളിലുണ്ട് എന്നും നീ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവന്റെ അകത്ത് ആത്മീയ സന്തോഷം വെളിപ്പെടും. ഇന്ന് പകൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരുടെ അകത്ത് ആത്മീയ സന്തോഷം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ സന്തോഷം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പല ലിസ്റ്റിലും എന്റെ പേര് എനിക്ക് സാധ്യമില്ല. ഇവിടുത്തെ പല ഭാഗങ്ങളിലും എന്റെ പേരിലേക്ക് സാധ്യമില്ല. ഇവിടുത്തെ പല ഫ്ലെക്സിലും എന്റെ പേരില്ലെങ്കിൽ സാധ്യമില്ല. ഇവിടുത്തെ പല ലിസ്റ്റിലും എന്റെ പേരില്ലെങ്കിൽ സാധ്യമില്ല. സ്വർഗ്ഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരുള്ള ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തിന് മഹത്വം. പറയുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതോർത്ത് നിങ്ങൾ സന്തോഷിപ്പീൻ. ഈ ലോകത്തിനുള്ളതിന് വേണ്ടി മൽപ്പിടുത്തം, അടിപിടി, പോരാട്ടം, വെല്ലുവിളി. പക്ഷെ കർത്താവ് പറയുന്നു, ഈ ലോകത്തിലുള്ളതൊന്നും അഴിയുന്നതിലോ മാറിപ്പോകുന്നതിലോ ഒന്നുമല്ല കാര്യം. ഇവിടെ കാട്ടിക്കൂട്ടുന്ന എല്ലാ പ്രക്രിയകൾക്കും നമുക്കൊറ്റ ലക്ഷ്യമുള്ളൂ, സ്വർഗത്തിൽ നമ്മുടെ പേര് കാണും. ചേർന്ന് രാമൻ പറഞ്ഞു. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം മറ്റൊരു സന്തോഷത്തെ കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. 1 പത്രോസ് 4:13. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവർ ആകും തോറും മതി സന്തോഷിച്ചു കൊള്ളുവിൻ. അടുത്ത വാക്യം കൂടെ വായിച്ചു. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ, അതായത് മേഘപ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ പരാമയം പറഞ്ഞു. അപ്പൊ അടുത്ത ഒരു സന്തോഷമാണ്, ക്രിസ്തുവിന്റെ കഷ്ടതയിൽ നിങ്ങൾ സന്തോഷിക്കും. കർത്താവിനെ അറിഞ്ഞ നാള് മുതൽ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് പറയാ, ക്രിസ്തു മൂലമാണ്. ആ വാക്ക് ഹൃദയത്തിൽ എഴുതിക്കണം. ക്രിസ്തു മൂലമാണ്. കാണുന്നിടത്തെല്ലാം പോയി നടന്ന് സ്വന്തം മോഹങ്ങൾ കൊണ്ട് വരുത്തി വെക്കുന്ന കഷ്ടതയും പ്രയാസമൊന്നുമല്ല. ക്രിസ്തു മൂലമാണോ, ഈ വിശ്വാസം മൂലമാണോ, ഈ പ്രത്യാശ മൂലമാണോ, ക്രിസ്തു മൂലം അനുഭവിക്കുന്ന കഷ്ടതയാണോ, ആ കഷ്ടതയെ നിങ്ങൾ ചിരിച്ചു സ്വീകരിക്കണം. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഈ കഷ്ടം മാറും. ഓ ദൈവത്തിന്റെ മഹത്വം. കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നീ അനുഭവിക്കുന്ന കഷ്ടം മാറും. നിനക്കുല്ലസിക്കാൻ ഒരു സമയമുണ്ട്. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? പ്രത്യാശയുള്ള എത്ര പേരുണ്ട്?
ഈ കഷ്ടം മാറും, ഈ ദുഃഖം മാറും, ഈ വേദന മാറും. ആ ദിവസത്തിന് വേണ്ടിയാ നമ്മൾ കാത്തിരിക്കുന്നത്. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് ഉല്ലസിക്കാൻ ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഈ കഷ്ടതയിൽ നിങ്ങൾ സന്തോഷിക്കും. ഈ കഷ്ടതയിൽ നിങ്ങൾ പെറുപെറുക്കരുത്. ഈ കഷ്ടതയിൽ നിങ്ങൾ ദൈവത്തോട് മറുചോദ്യം ചോദിക്കരുത്. ഈ കഷ്ടതയിൽ നിങ്ങൾ പിന്മാറ്റത്തിൽ പോകരുത്. ഈ കഷ്ടതയിൽ നിങ്ങൾ ദൈവവിശ്വാസത്തെ തള്ളിപ്പറയരുത്. ഈ കഷ്ടത നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾക്ക് ഉല്ലസിക്കാൻ ഒരു ദിവസം വരുന്നുണ്ട്. പ്രത്യാശയുള്ളവർ മാത്രം കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു കാര്യം കൂടെ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കാം. സന്തോഷത്തെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യം. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉള്ളതാക്കുന്നു എന്നറിഞ്ഞ് പറഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങൾ പലവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പിറുപിറുക്കരുത്, ചോദ്യം ചെയ്യരുത്. മറിച്ച് ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിനെ സ്ഥിരതയുള്ളതാക്കുകയാണെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. എത്ര പേർക്ക് പറഞ്ഞു മനസ്സിലായി? അല്ലെങ്കിൽ വിവിധ പരീക്ഷകൾ ജീവിതത്തിലേക്ക് കലതട്ടി കയറി വരുമ്പോൾ അതിന്റെ നടുവിൽ നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾ ഹൃദയത്തിന്റെ അകത്ത് സന്തോഷിക്കണം. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ സ്ഥിരതയുള്ളതാക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പറയാറുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. വിശ്വാസത്തിൽ സ്ഥിരത വന്നു കഴിഞ്ഞാൽ, വിശ്വാസത്തിൽ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുലുക്കാൻ ഒരു പോരാട്ടത്തിനും കഴിയത്തില്ല. ആ വ്യക്തിയെ കുലുക്കാൻ ഒരു മന്ത്രവാദത്തിനും കഴിയത്തില്ല. ആ വ്യക്തിയെ കുലുക്കാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഇന്ന് പറയുന്ന വളരെ വചനം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അല്ലെങ്കിൽ വിവിധ പരീക്ഷകൾ, അല്ലെങ്കിൽ ശാരീരിക, മാനസിക, സാമ്പത്തിക, ആത്മീയ മണ്ഡലത്തിൽ അല്ലെങ്കിൽ നിനക്കെതിരെ പൊങ്ങി വരുമ്പോൾ നീ അതിന്റെ മുമ്പിൽ തല കുനിച്ച് പരാജയപ്പെട്ടു പോയെന്നല്ല, നീ ചിരിച്ചുകൊണ്ട് അതിനെ ഏറ്റെടുക്കാം. നീ പറ, ഇതിലൂടെ എന്റെ വിശ്വാസം ഉറക്കുക. ചിലരെ നോക്കിക്കൊണ്ട് പറയുന്നു, ചില പരീക്ഷകൾ വിതയ്ക്കുമ്പോൾ പിശാച് ഉദ്ദേശിക്കുന്നത് ഇവരുടെ വിശ്വാസം കാണിക്കും, ഇവർ വിശ്വാസത്തിൽ നിന്ന് വഴുതിപ്പോകും, ഇവർ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകും. പിശാച് നിനക്ക് തെറ്റി, പിശാച് നിനക്ക് തെറ്റി, പിശാച് തെറ്റി. ഇവരുടെ വിശ്വാസത്തിൽ ഓർച്ചോണ്ടിരിക്കുക, അവരുടെ വിശ്വാസത്തിൽ ഓർച്ചോണ്ടിരിക്കുക, അവരുടെ വിശ്വാസത്തിൽ തീരെ വെളുപ്പിക്കൊണ്ടിരിക്കുക. എത്ര പേർക്ക് ദൂരെ എത്താൻ പറ്റും? ദൈവശക്തിയുടെ വ്യാപരിക്കുന്നു, പരീക്ഷകളിടുമ്പോൾ ഇവരുടെ വിശ്വാസം തകർക്കുമെന്ന് പിശാച് വെല്ലുവിളിക്കുന്നു. മാനസിക പരീക്ഷ, ശാരീരിക പരീക്ഷ, സാമ്പത്തിക പരീക്ഷ, ആത്മീയ പരീക്ഷ, നീ അവർക്കെതിരെ അവരുടെ വിശ്വാസത്തെ നടക്കുകയല്ല, അവരുടെ വിശ്വാസത്തെ അവരുടെ വിശ്വാസം. ഇന്ന് പകൽ ജനങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ദൈവം,
പ്രാർത്ഥിച്ചേ 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 രാജ Buddha Mana Vira Buddha Ranga Jana Vira Kamala പ്രാർത്ഥിച്ചാൽഭാവി പ്രാർത്ഥിക്കും വിവിധ പരീക്ഷകളിട്ട് നിങ്ങളുടെ പ്രഖ്യാപിക്കുമ്പോൾ നോക്കിയിരിക്കുന്നു വിശ്വാസത്തിൽ തണുക്കുന്നത് കാണാൻ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നത് കാണാൻ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് കാണാൻ പിശാച് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോൾ ആത്മാവ് പറയുന്നു പിശാച് നിനക്ക് തെറ്റി അവര് ഈ പരീക്ഷകൾ നീ ഇടുമ്പോൾ നീ മനസ്സിലാക്ക് അവര് വിശ്വാസത്തിൽ ഉറയ്ക്കുന്നു അവര് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാ പക്ഷെ എന്ത് ചെയ്യണം ഈ പരീക്ഷകളെ സന്തോഷത്തോടെ ഏറ്റെടുക്കണം പിശാച് കൊണ്ടുവരുന്ന പരീക്ഷയെ ചിരിച്ചുകൊണ്ട് പിശാചെ നീ ഇങ്ങ് തന്നേരെന്ന് പറയുന്നിടത്ത് അവന്റെ പത്തി താഴും അപടം കൊണ്ട് അവൻ പരാജയപ്പെടും പരീക്ഷകൾ വരുമ്പോൾ ഭയപ്പെട്ട് അല്ലെങ്കിൽ ആവലാതി പിടിച്ച് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടാൽ പിശാച് ആഗ്രഹിക്കുന്ന കാര്യം നിവർത്തിയാകും പിശാചിന്റെ മനസ്സിലായി അല്ലെങ്കിൽ ഇത് പ്രയോജനപ്പെടും ഇത് ലക്ഷ്യം കണ്ടിട്ടേ മടങ്ങത്തുള്ളൂ എന്ന് മനസ്സിലാകും എന്നാൽ പരീക്ഷകളുമായിട്ട് പിശാച് വരുമ്പോ ചിരിച്ച മുഖത്തോടെ രണ്ട് കൈയും നീട്ടി ഇങ്ങ് തന്നേര് അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കുന്ന കാരണം ഇതിലൂടെ കടന്നു പോയാലേ എന്റെ വിശ്വാസം ഉറയ്ക്കത്തുള്ളൂ എന്റെ വിശ്വാസത്തിന് സ്ഥിരത വരത്തുള്ളൂ പ്രത്യാശയുള്ള എത്ര പേരും അപ്പൊ ഒന്ന് കർത്താവിൽ സന്തോഷിക്കണം രണ്ട് സ്വർഗത്തിൽ വലിയ പ്രതിഫലം ഉള്ളതോർത്ത് സന്തോഷിക്കണം മൂന്ന് സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതിയതോർത്ത് സന്തോഷിക്കണം നാല് ഹല്ലേലൂയ കഷ്ടതയിൽ ക്രിസ്തുവിലൂടെയുള്ള കഷ്ടതയിൽ സന്തോഷിക്കണം എന്തിനാണെന്നറിയാവോ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഒരാഘോഷം വരുന്നുണ്ട് ചേർത്തൊരു ഹല്ലേലൂയ പറഞ്ഞ് വിവിധ പരീക്ഷകൾ വരുമ്പോ സന്തോഷിച്ചോ വിശ്വാസത്തെ ഉറപ്പിക്കും അപ്പൊ ഒന്ന് നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം രണ്ടെന്താ അവിടെ വായിക്കുന്നേ നിങ്ങൾ യഥാസ്ഥാനപ്പെടണം ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ യഥാസ്ഥാനപ്പെടണം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് 13-9 പൗലോസ് പറയുന്നു ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു സന്തോഷിക്കുന്ന അടുത്ത വാക്യം മാത്രം ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരും ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ സന്തോഷിക്കും ഇവര് ശക്തർ ഏത് കാര്യത്തിലാണെന്നറിയാമോ സംസാരത്തില മാത്രം അല്ലല്ലേ നമ്മുടെ വായിക്കിടക്കുന്ന നാവിന്റെ നീളം വ്യക്തമായിട്ട് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുമോ പക്ഷെ ചിലരുടെ വർത്താനം കേൾക്കുമ്പോൾ നല്ല നീളം ഉണ്ടെന്ന് കാണാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾ എടുക്കണ്ട വിട്ടേരില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവര് നാമം കൊണ്ട് ശക്തരാ പ്രവൃത്തി കൊണ്ട് ശക്തരാ പക്ഷെ പൗലോസ് പറയുന്നു നിങ്ങൾ ശക്തരും ഞങ്ങൾ ബലഹീനരുമായത് ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾ ശക്തരാണോ എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളല്ല ശക്തരും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു പക്ഷെ എനിക്കൊരു പ്രാർത്ഥനയുണ്ട് നീയൊക്കെ യഥാസ്ഥാനപ്പെടണം എന്താ സ്ഥാനം തെറ്റി ഇരിക്കുന്നു യഥാർത്ഥ സ്ഥാനത്തിലല്ല മാനസാന്തരമുണ്ട് യഥാർത്ഥ മാനസാന്തരമുണ്ട് അല്ലേ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതല്ല മാനസാന്തരം യഥാർത്ഥമായി ഹൃദയത്തിന്റെ അകത്ത് രൂപാന്തരം വരുമ്പോ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടാകുന്നതാ മാനസാന്തരം
കൃപ കൃപ. അപ്പൊ പൗലോസ് പറയുന്നു, നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. നിങ്ങൾ എന്തിനെല്ലാം യഥാസ്ഥാനപ്പെടണ്ടേ? 12-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ വരുമ്പോൾ പൗലോസ് പറയാം, ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത, ഞാൻ സ്വപ്നത്തിൽ കാണാത്ത, ഞാൻ ചിന്തിക്കാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന്. കണ്ടോ? ഞാൻ നിങ്ങളെ കാണാൻ വരുമ്പോ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുമോ? ഞാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ, ഞാൻ ചിന്തിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുമോ? അതുപോലെ നിങ്ങൾ എന്നെ കാണുമ്പോഴും നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ, നിങ്ങൾ ചിന്തിക്കാത്ത വിധത്തിൽ എന്നെ കാണുമോ എന്ന് പൗലോസ് പറഞ്ഞിട്ട് യഥാസ്ഥാനപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒന്നാണ് പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ മതി. അപ്പൊ എന്താണ് കാണാൻ ആഗ്രഹിക്കാത്ത കാര്യം? ഞാൻ അവിടെ വരുമ്പോൾ ചിലത് കാണരുത്, കാണാൻ ഇട വരരുത്. സ്തോത്രം. എന്നിൽ പൗലോസ് പറയുന്നില്ലെങ്കിലും പറയാതെ പറയുന്നു, എന്നിൽ നിന്ന് അത് കാണത്തില്ല. എന്നിൽ നിന്നത് എഴുതിയിട്ടില്ല, പക്ഷെ പറയാതെ പറയുക. സ്തോത്രം. പൗലോസിന് പറയാൻ പറ്റത്തില്ല, അല്ലെ അവരെ മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല, ചേർത്ത് കൊണ്ടുപോകാൻ കുറച്ച് പാടാ. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ അവിടെ ഇവിടെയും കൂടെ പറഞ്ഞാൽ നിൽക്കുന്നേ. ഹല്ലേലൂയ പറയാതെ പറയുന്നുണ്ട്, എന്നിൽ അത് നിങ്ങൾ കാണത്തില്ല, പക്ഷേ ഞാൻ നിങ്ങളിൽ കാണുമോ. ഒന്ന് പിണക്കം പറയണ്ടല്ലോ. സ്തോത്രം. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ നമുക്കറിയാം, നമുക്ക് അതിനെ കുറിച്ച് നല്ല സ്തോത്രം വ്യക്തമായ അറിവുണ്ടെന്ന് നമുക്ക് അറിയാം. സ്തോത്രം. ഏറ്റവും കൂടുതൽ പിണക്ക് സ്തോത്രം. ഒന്നുകൂടെ കാര്യം പറഞ്ഞ, ഏറ്റവും കൂടുതൽ പിണക്ക് ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഗ്രൂപ്പില്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഞാൻ വരുമ്പോ പിണക്കം ഉണ്ടാവും. ഏതെങ്കിലും കാര്യത്തിൽ പിണക്കം ഉണ്ടെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ. ആ പിണക്കം ഇതെന്താ പറയുന്നേ? 1-ാം അധ്യായത്തിൽ പിണങ്ങുന്ന രീതിയില. സ്തോത്രം. 1-ാം അധ്യായത്തിൽ പിണങ്ങുന്ന രീതിയില ഉപദേശം എന്ത് ചെയ്തത്? കൊടുത്തത്. അതിനെതിരെ ഇവൻ എഴുന്നേറ്റത്. അപ്പൊ തന്റെ അപ്പോസ്തലിക അധികാരത്തെയും തന്റെ മേലുള്ള ശുശ്രൂഷയും ചോദ്യം ചെയ്ത് അതിനെ വെളിപ്പെടുത്തി വന്നപ്പോ പറയാം, ഞാൻ അവിടെ വരുമ്പോ പിണക്കം കാണുമോ? സ്വത്രം. ആർക്കെങ്കിലും എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ ഈ ദൂതിന്റെ മുമ്പിൽ വിട്ടു. സ്തോത്രം. പിണക്കം കാണരുത്. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് മിണ്ടാത്തവര് ഉണ്ടല്ലോ, വർഷങ്ങളായിട്ട് മിണ്ടാത്തവരുണ്ട്. ചിലരൊക്കെ മനഃപൂർവ്വം പിണങ്ങുന്നതല്ല, ഹൃദയത്തിന്റെ അകത്തൊരു വിഷമം. പിണക്കമല്ല ചിലർക്ക്, എന്താ വിഷമം. വിഷമം പിന്നെന്താവും? അടുത്തെന്താ പറയുന്നത്? ഈർഷ്യ. സ്തോത്രം. ഇതൊക്കെ ലളിതമായ ഭാഷ ആയതുകൊണ്ട് വിശദീകരിക്കണ്ട. യെശയ്യാവിന്റെ പുസ്തകം വല്ലതും എടുത്തു കഴിഞ്ഞാൽ മൊത്തവും വിശദീകരിക്കണം. കാരണം സ്തോത്ര സാഹിത്യമായി എഴുതിയിരിക്കുന്ന പ്രവാചകൻ യെശയ്യാവ്. സ്തോത്ര. പൗലോസ് ആയതുകൊണ്ട് വളരെ ലളിതമായി ഈ നടിച്ചുവരെന്നൊക്കെ പറയുമ്പോൾ, നടിച്ചുവരിനെ ഇടിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ
ചിലർക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല. അങ്ങനെയുള്ള ഭാഷകളൊക്കെ വ്യാഖ്യാനിച്ചാൽ മതി. അല്ലാത്ത കാര്യങ്ങളൊക്കെ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഈർഷ്യ. ചിലതിനെ കാണുമ്പോൾ ചിലടത്ത് പോകുമ്പോ അല്ലെ, ചിലരെ കാണുമ്പോ ചിലടത്ത് പോകുമ്പോ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സ്തോത്രം നമ്മൾ ആ പരിസരത്തേക്ക് എന്ത് ചെയ്തില്ല, സ്തോത്രം അവിടെ നിന്നില്ല, നിങ്ങൾക്കും വിഷമമാവും. 3, ക്രോധം. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, യഥാസ്ഥാനപ്പെടണം. ക്രോധം, കോപം മൂർച്ഛിച്ചാണ് എന്താകുന്നത്. ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത് കോപം എന്ന് പറയുന്നത് ദേഷ്യം. കോപം എന്ന് പറയുന്നത് ദേഷ്യം. എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അതിനെയാണ് കോപം എന്ന് പറയുന്നത്. എന്നാൽ അത് ക്രോധത്തിലേക്കാകുമ്പോൾ കോപം മൂർച്ഛിച്ചാണ് എന്താകുന്നത്. സ്തോത്രം. അപ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതിനെ കോപം എന്ന് പറയുന്നു. എന്നാൽ ക്രോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോപം ജ്വലിച്ച് ക്രോധമാകുമ്പോൾ ക്രോധത്തിന്റെ ആത്മാവ് കയറി കഴിഞ്ഞാൽ സാധനമൊക്കെ വലിച്ചത് തല്ലിപ്പൊട്ടിക്കും. നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലേ? സ്തോത്രം. കോപം നോർമൽ ദേഷ്യം. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തിരിച്ചെന്ത് ചെയ്തു, നമ്മൾ ദേഷ്യപ്പെട്ടു. അതിനെയാണ് കോപം എന്ന് പറയുന്നത്. ആ കോപം നിലനിന്ന് കഴിഞ്ഞാൽ എന്താവും? ക്രോധമാകും. ഒന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു, 2 പറഞ്ഞ് ദേഷ്യപ്പെട്ടു, 3 പിന്നെ പറയത്തില്ല, കസര എടുത്ത് അടിക്കും. ഇതിനെയാണ് ക്രോധം എന്ന് പറയുന്നത്. മനസ്സിലാവുക? ഫോർ എക്സാമ്പിൾ, ഞങ്ങളെ തന്നെ പറയാം, അതാകുമ്പോ നിങ്ങൾക്ക് വിഷമമില്ല. ഞാൻ അനുഗ്രഹയോട് പറയുക, അനുഗ്രഹേ എന്റെ വാച്ചിങ് എടുത്തോണ്ട് വരാൻ. ഞാൻ ഹോളിലിരുന്ന് റൂമിലിരിക്കുന്ന അനുഗ്രഹയോട് ഞാൻ, അനുഗ്രഹേ വാച്ചിങ് എടുത്തോണ്ട് വാ. അനുഗ്രഹ കേട്ടില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, അനുഗ്രഹേ വാച്ച് എടുത്തോണ്ട് വാ. രണ്ടാമതും പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പൊ എനിക്ക് പതുക്കെ കോപത്തിന്റെ ആത്മാവ് കയറുന്നു. 3ാമത് ഞാൻ വീണ്ടും പറഞ്ഞു, അനുഗ്രഹേ വാച്ച് എടുത്തോണ്ട് വാ. 3ാമത് പറഞ്ഞപ്പോൾ ആ സത്യത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തത്? കേട്ടത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താ, കേട്ടിട്ട് 3ാമത് കേട്ടറിനെ ഓടിച്ചാടി അലമാരി തുറന്ന് വാച്ച് എടുത്തുകൊണ്ട് എന്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേന് കോപം മാറി. ഞാൻ ക്രോധത്തിൽ നിൽക്കുക. ഈ വാച്ച് എന്റെ തനിക്ക് ഇപ്പോഴാണോ ഈ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് എറിഞ്ഞ. ഇതിനെയാ ക്രോധം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പം കോപം എന്ന് പറയുന്നത് കേൾക്കാതിരുന്നപ്പോൾ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാതിരുന്നപ്പോൾ ഉണ്ടായതാണ് കോപം. കോപമല്ല, കോപം. സ്തോത്രം. അല്ലെങ്കിൽ അതിൽ നിന്ന് മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്താണ് കൊണ്ട് തരുന്നത്. അപ്പോൾ അതിനെ ഉടയ്ക്കാൻ പ്രേരിപ്പിച്ച സ്വഭാവം, പ്രേരിപ്പിച്ച ആത്മാവാണ് ക്രോധം. പൗലോസ് പറയുന്നു, നിങ്ങളിൽ അത് കാണരുത്. നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ പിന്നെ എഴുതിയിരിക്കുന്നേ ശാഠ്യം കിട്ടിയേ ആ പറ്റത്തുള്ളൂ. പൗലോസിനെ ഇവിടെ കയറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ സഭയിൽ ഇങ്ങനെ പറ്റത്തുള്ളൂ, ഇങ്ങനെ നടക്കത്തുള്ളൂ, ഈ വീട്ടിൽ ഇങ്ങനെ നടക്കത്തുള്ളൂ. ശാഠ്യം എനിക്ക് അത് തന്നെ വേണം. പിടിച്ച പിടി എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. ചില ഹല്ലേലൂയ പിള്ളാരെ പോലെ പിടിച്ച പിടി എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. പൗലോസ് പറയുന്നു, ദൈവ മക്കളെ, നിങ്ങളുടെ ഇടയിൽ ഞാൻ വരുമ്പോൾ അത് കാണരുത്. ഹല്ലേലൂയ. ഇത് കോരിന്ത്യൻ സഭയിലുള്ളവർക്കാണെന്ന് കരുതി നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കരുത്. മാറ്റേണ്ട സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മാറ്റാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ശാഠ്യം എന്ത് ചെയ്യരുത്,
കാണരുതെന്ന് എഴുതിയിരിക്കുന്നു. പിന്നെന്തുവാ? ഏഷണി. സ്തോത്രം. ഹല്ലേലൂയ. ഏഷണി പറയരുത്. സ്തോത്രം. എന്താ ഏഷണി? സ്തോത്രം. ഇവിടുന്ന് 1 കേൾക്കും, അപ്പുറത്ത് 2 കൊടുക്കും, അവര് 4 ആക്കും, പിന്നെ 6 ആക്കും. മറ്റുള്ളവരുടെ ഏഷണിയും കുറ്റവും പറഞ്ഞോണ്ട് നീ എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഏഷണി കാണരുത്. സ്തോത്രം. 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 നിങ്ങൾ സഭയ്ക്കകത്ത് ഏഷണി ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ വന്ന് കാണുമ്പോൾ നിങ്ങളിൽ ഏഷണി കാണരുത്. സ്തോത്രം. ചെറിയ വിഷയത്തെ വലുതാക്കുന്ന നിങ്ങളുടെ സ്വഭാവം ഞാൻ വരുമ്പോൾ അവിടെ കാണരുത്. പിന്നെന്താ പറയുന്നത്? സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടും. പിന്നെ കുശുകുശു, അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അറിയാലോ. സ്തോത്രം. ചിലരിക്കുമ്പോ എന്നതാ പറയുന്നത്? ആ വാക്കും അങ്ങനെ തന്നെ. എത്ര 2 ഷൂ ഉണ്ട്. കുശു കുശു കുശു. സ്തോത്രം. 2 ഷൂ ഉണ്ട്. സ്തോത്രം. കുശു കുശു. ഞാൻ വരുമ്പോ നിങ്ങളുടെ ഇടയിൽ മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് 2 പേരും ചേർന്നിരുന്ന് കുശുകുശുന്ന പരിപാടിയില്ലേ, അത് കാണരുത്. തീത്തോസ് കൊടുത്ത റിപ്പോർട്ട് എന്താ കറക്റ്റ് ആയിരുന്നു. പുള്ളി തെറ്റാതെ എല്ലാം എന്റെ പൊന്നച്ച. ഈ പരിപാടി എല്ലാം ഉണ്ട്. സ്തോത്രം. ഈ പരിപാടി എല്ലാം ഉണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഈ പരിപാടി എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാ, സമയമില്ലാത്തതുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വരുമ്പം നിങ്ങളുടെ ഇടയിൽ കുശുകുശുണ്ടാകരുത്. എന്തെങ്കിലും പറയുവാണ്, നേരെ നിന്ന് പറഞ്ഞു, നേരെ നിന്ന് കാര്യം പറയണം. അങ്ങോട്ട് മാറി നിന്ന് ഈ പറഞ്ഞ് ചില കാണുന്നില്ലേ, അങ്ങോട്ട് മാറി എന്ന് പറയും. അവരെ കാണുന്ന ഉടനെ വേറെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ കാണുന്നുണ്ട്. പിന്നെ എന്നാ വളരെ വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, എന്റെ മോളൊക്കെ നേരെ തിരിക്കും. കുശുകുശുപ്പ്. അടുത്തത് നിങ്ങള ഞാനെന്ന ഭാവം. നിങ്ങള എന്നെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. ഞാൻ വരുമ്പോ നിങ്ങളുടെ ഇടയിൽ അത് കാണരുത്. സ്തോത്രം. ചിലതൊക്കെ നിഗളിച്ച് കയറി പലതിനെ കയ്യിലെടുത്ത് ഹല്ലേലൂയ സഭയ്ക്കകത്ത് വിഷയമുണ്ടാക്കിയത് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ വരുമ്പോ നിഗളം. അടുത്തത് കലഹം. സ്തോത്രം. ഹല്ലേലൂയ. സത്യത്തിൽ തീത്തോസ് ആദ്യം പറഞ്ഞതായിരിക്കും, പൗലോസ് ലാസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ ഞാൻ വരുമ്പോൾ കേട്ട കലഹം കാണരുത്. യേശുവിന്റെ നാമത്തിൽ കലഹം കാണരുത്. കലഹം ഉണ്ടാകരുത്. പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശു നിഗളം, കലക്കം മാറ്റിയിട്ട് യഥാസ്ഥാനപ്പെടുവേ. ദൈവം നിങ്ങളുടെ മധ്യേ വസിക്കണമെങ്കിൽ നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. വിടേണ്ടത് വിടണം, കളയേണ്ടത് കളയണം. മൂന്നാമത് എന്താ പറയുന്നത്? ആശ്വസിച്ച് കൊള്ളു. ഹല്ലേലൂയ. ആശ്വസിക്കുക, ആശ്വസിപ്പിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹല്ലേലൂയ. ആശ്വാസത്തിന്റെ ഉറവിടമാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഇടയിൽ ഉണ്ടായാലേ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കത്തുള്ളൂ, നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട്
ഹല്ലേലൂയ ആശ്വസിച്ചു കൊള്ളണം. എന്ന് വെച്ചാൽ ഹല്ലേലൂയ ഇടയിൽ നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ശക്തമേറിയ വൈകാരികതകൾ, അകലങ്ങൾ ഇതൊക്കെ മാറ്റണം, ഇതൊക്കെ മാറ്റണം. എന്നിട്ട് ഹല്ലേലൂയ ഒരാശ്വാസത്തിന്റെ അനുഭവം. ആ ഭാഗം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം അടുത്ത ഭാഗം എടുക്കേണ്ടത് കൊണ്ട്. അടുത്ത എന്താ പറഞ്ഞ, ഏക മനസ്സ് എന്ന് വെച്ചാൽ അത് നിൽക്കുന്നത് ഐക്യതയാണ്. ഐക്യത, ഏക മനസ്സ്, ഐക്യത. ഒന്ന് വായിച്ച റോമാലേഖനം 12-ാം അധ്യായം 16-ാമത്തെ വാക്യം. റോമർ 12:16. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളി. എന്തിനാ? ഐക്യത, ഏക മനസ്സ് ഉണ്ടാവണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞത് എളിയവനെ ചേർത്ത് പിടിക്കണമെങ്കിൽ, ഞാൻ വലുതല്ല എന്ന് സമ്മതിക്കണമെങ്കിൽ ഐക്യതയുള്ളൊരു ഹൃദയം വേണം, ഏക മനസ്സുള്ളൊരു ഹൃദയം വേണം യേശുവിന്റെ നാമത്തിൽ. അപ്പോ ഹല്ലേലൂയ 12:16 പറയുക, നിങ്ങൾ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന്. അടുത്ത, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. മതി. ഒന്നാമത്തെ കണ്ടോ, നമ്മൾ ഒന്നുമല്ലെന്ന് സമ്മതിക്കാനും എളിയവരെ ചേർത്ത് പിടിക്കാനും നമ്മുടെ ഹൃദയം ഏക മനസ്സുള്ളതായിരിക്കണം, ഐക്യതയുള്ളതായിരിക്കണം. ഏക മനസ്സും ഐക്യതയും ഇല്ലെങ്കിൽ നിന്നേക്കാളും എളിയവരെ കാണുമ്പോൾ നിനക്ക് പുച്ഛം വരും, നിനക്ക് പുച്ഛം വരും. എന്റെ കർത്താവ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് സ്നേഹിച്ചത് ഹല്ലേലൂയ രാജാക്കന്മാരെയും മന്ത്രിമാരെയും ന്യായാധിപന്മാരെയും ഒന്നുമല്ല, ദരിദ്രരെ, കുപ്പയിൽ കിടന്ന നമ്മളെ, ചേറ്റിക്കിടന്ന നമ്മളെ കർത്താവ് ഹല്ലേലൂയ നമ്മളെ സ്നേഹിച്ചു. എന്റെ ചോദ്യം, എന്തുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല? പണമുണ്ടെങ്കിലും, വീടുണ്ടെങ്കിലും, ബംഗ്ലാവ് ഉണ്ടെങ്കിലും, അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലും, വാഹനമുണ്ടെങ്കിലും, നിന്റെ ഹൃദയം ഏക മനസ്സുള്ള ഹൃദയമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിയവരെയും ചേർത്ത് പിടിക്കണം. സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ ഏക മനസ്സ്, എളിയവരെ. നമ്മൾ അല്ല വലുത്, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ഏക മനസ്സ്, ഐക്യത ഉണ്ടാകണം. അടുത്തത് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 1:10. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും വേണമെന്ന് ഞാൻ നിങ്ങളോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും അപ്പൊ ശ്രദ്ധിച്ചേ, ഏക മനസ്സും ഐക്യതയും വേണമെന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ കാര്യം ഒന്ന് തന്നെ. കണ്ടോ? അപ്പം ഏക മനസ്സും ഐക്യതയും വേണമെന്ന് പറയാനുള്ള കാര്യം, 2 സംസാരം കോരിന്തി വന്നു. സഭയ്ക്കകത്ത് 2 സംസാരം. എന്തുകൊണ്ടാ? ഏക മനസ്സ്, ഐക്യത വേണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഒന്ന് തന്നെ സംസാരിക്കും.
ഒന്ന് തന്നെ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ വേഗത്തിൽ കൊണ്ട് സമയം പോകുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:27. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:20. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടു ദൂരത്തിരുന്നു ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ മതി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഏക മനസ്സോടെ ഐക്യതയോടെ നിങ്ങൾ നിൽക്കണമെന്ന് ഞാൻ പറയുന്നതിന്റെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കെതിരെ വരുന്ന എതിരാളികളുടെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? അതിന് ഐക്യത നഷ്ടപ്പെട്ട വേലി പൊളിയും, വിടവ് വരും, പിശാച് കേറും. നിങ്ങൾക്കെതിരെ എതിരാളികൾ നിൽപ്പുണ്ട്, അതിൽ നമ്മക്കെതിരെ എതിരാളികൾ നിൽപ്പുണ്ട്. ഐക്യതയോടെ നിന്നില്ലെങ്കിൽ ആ എതിരാളികളുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലൂടെ അപ്പോസ്തലൻ പറയുന്നു, എതിരാളികളുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഐക്യതയോടെ ഏത് മനസ്സ് ഈ ദൂത് ചില മേഖലകളിൽ ഇന്ന് പകൽ ജയമായിട്ട് വ്യാപരിക്കട്ടെ. കുടുംബ ബന്ധങ്ങളുടെ ഐക്യത ഇല്ലാതാക്കുന്ന, പ്രാർത്ഥിക്കുന്നവരുടെ ഐക്യത ഇല്ലാതാക്കുന്ന, ആരാധിക്കുന്നവരുടെ ഐക്യതയെ ഇല്ലാതാക്കുന്ന എന്നെ ദൈവം ചില വിഷയങ്ങൾ ആത്മാവിൽ കാണിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില ഐക്യതകളെ ഇല്ലാതാക്കുന്ന എന്തിനാണെന്നറിയാമോ? നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ നീ പരാജയപ്പെട്ടു പോകണം, നിന്റെ കുടുംബം പരാജയപ്പെട്ടു പോകണമെന്ന് ഐക്യതയെ ഇല്ലാതാക്കുമ്പോൾ ഇന്നവൻ ആത്മാ പറയുന്നു, ഏക മനസ്സോടെ ഐക്യതയോടെ നീ ഇന്നവൻ സ്വീകരിക്കുക, വിടവുകളെ നീ അടയ്ക്കുക, നീ പണിയ. യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ എതിരാളികളുണ്ട്. അവരുടെ മുമ്പിൽ നീ തോൽക്കാതിരിക്കേണ്ടതിന്, അവരുടെ മുമ്പിൽ നീ പരാജയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, അവരുടെ മുമ്പിൽ നിന്റെ തല കുനിയാതിരിക്കേണ്ടതിന്, അവരുടെ മുമ്പിൽ നിന്റെ തല കുനിയാതിരിക്കേണ്ടതിന് നീ ഐക്യതയോടെ നിൽക്കുക. അതിന്റെ 2:2 വായിച്ചേ. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എതിരാളികളുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്. 2:2 നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി. അപ്പൊ ഐക്യത ഉണ്ടെങ്കിലേ ഏക സ്നേഹം വരുന്നു, ഏക ഭാവം വരുന്നു. ചേർന്ന് പറഞ്ഞ ആമേൻ. സ്തോത്രം. ഒരുപോലെ കണ്ട് ഒരുപോലെ സ്നേഹിക്കണമെങ്കിൽ ഐക്യതയും ഏക മനസ്സും ഉണ്ടാകണം, ഏക ഭാവം ഉണ്ടാകണം. ഏകഭാവവും അല്ല സ്നേഹവും. സ്നേഹത്തിന് രണ്ടർത്ഥമില്ല. എത്ര പേര് എന്നോട് ചേർന്ന് ആമേൻ പറയും? സ്നേഹത്തിന് രണ്ടർത്ഥമില്ല, സ്നേഹത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. അത് നമ്മളെ കർത്താവായ ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹമാണ്. അല്ലെങ്കിൽ നിന്റെ ഒരു ചെകിട്ടം തടിച്ചാൽ മറു ചെകിടം കൂടെ കാണിച്ച് കൊടുക്കണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഹല്ലേലൂയ എന്നല്ല, കർത്താവ് കാണിച്ചു തന്ന സ്നേഹം. നിന്റെ ശത്രുക്കളെ സ്നേഹിപ്പി. കർത്താവ് കാണിച്ചു തന്ന സ്നേഹത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളത്. യേശു ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹമാണ്. സ്നേഹത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, സ്നേഹത്തിന് രണ്ടർത്ഥം ഇല്ല. അല്ലെ, ഏക സ്നേഹം വരണമെങ്കിൽ ഏക മനസ്സുണ്ടാവും. ഉത്തരം 2, 3, 4 വിധത്തിലുള്ള സ്നേഹം ഒരു വ്യക്തിയിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോ, ഏക മനസ്സില്ല, ഐക്യതയില്ല. അതാണ്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചില വീട്ടുകളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഒരു സ്നേഹമല്ല, 2, 3 സ്നേഹമൊക്കെ. സ്തോത്ര. ഹല്ലേലൂയ. ഭാര്യയ്ക്ക് ഒരു സ്നേഹം, ഭർത്താവിന് വേറെ സ്നേഹം,
അപ്പന് വേറെ സ്നേഹം, അമ്മയ്ക്ക് വേറെ സ്നേഹം. എന്താ കാര്യം? ഏക മനസ്സില്ല, ഐക്യതയില്ല. അതുകൊണ്ട് ഏക സ്നേഹം, ഏക ഭാവം. അപ്പൊ നാലാമത് പറയുക, ഏക സ്നേഹവും ഏക ഭാവവും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവണമെങ്കിൽ ഏകാത്മാവ്, ഏക ഐക്യത, ഏക മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. ഒരു വാക്യം കൂടെ വായിക്കുക, എഫെസ്യർ 4:3. എഫെസ്യർ ലേഖനം 4:3. നിങ്ങൾ ഇതെല്ലാം എഴുതി വെച്ച് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചോണം. 4:3 എഫെസ്യർ. അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്യതയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആത്മാവിന്റെ. ഒരാമേ പറഞ്ഞേ. ഒരാളുടെ മേൽ ദുരാത്മാവും മറ്റൊരാളുടെ മേൽ ദൈവാത്മാവും ആണെങ്കിൽ ഐക്യത വരത്തില്ല, അടുക്കാൻ പറ്റത്തില്ല, ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. ദുരാത്മാവ് ഭരിക്കുന്ന ഒരു വ്യക്തിയും ദൈവാത്മാവ് ഭരിക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ ചേർന്ന് പുറമെ നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പലരും പറഞ്ഞാലും ആത്മാവ് ഭരിക്കുന്നവനെ അത് മനസ്സിലാകത്തുള്ളൂ. ആത്മാവ് ഭരിക്കുന്നവന് എത്ര അടുക്കാൻ ശ്രമിച്ചാലും അവൻ അടുക്കാൻ പറ്റത്തില്ല, എത്ര ചേർന്ന് പോകാൻ ശ്രമിച്ചാലും ചേർന്ന് പോകാൻ പറ്റത്തില്ല. കാരണം ദൈവാത്മാവും ദുരാത്മാവും തമ്മിൽ അടുക്കത്തില്ല, ദൈവാത്മാവും ദുരാത്മാവും തമ്മിൽ ഒരിടത്തും വസിക്കത്തില്ല, ദൈവാത്മാവും ദുരാത്മാവും ഒരിടത്തും നിൽക്കത്തില്ല. ദൈവാത്മാവിന് ഒരു സ്പേസ് ഉണ്ട്, ദുരാത്മാവിന് മറ്റൊരു സ്പേസ് ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്നു ഏക ആത്മാവിൽ. ഏതാ? ദുരാത്മാവിലല്ല, ദൈവാത്മാവിൽ. ഏക ആത്മാവിൽ നിങ്ങളായിരിക്കണം. പ്രാർത്ഥിക്കാൻ നേരത്തെ ഒരാത്മാവ്, പ്രാർത്ഥന കഴിയുമ്പോൾ വേറെ ആത്മാവും. അങ്ങനത്തെ പരിപാടി പറ്റത്തില്ലെന്ന അതിന്റെ അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയമാകുന്ന കൂട്ടായ്മയ്ക്ക് ഇരിക്കുമ്പോൾ ഒരാത്മാവും, ഹല്ലേലൂയ 4 ഹല്ലേലൂയ മറ്റൊരാളുടെ കാര്യം പറയുമ്പോൾ വേറെ ആത്മാവും, അത് പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഏക ആത്മാവ്. നീ കൂട്ടായ്മയ്ക്ക് പോകുമ്പോഴും, നീ വെളിയിൽ പോകുമ്പോഴും, നീ ചന്തയിൽ പോകുമ്പോഴും, നീ മാർക്കറ്റിൽ പോകുമ്പോഴും, നീ വീട്ടിൽ വരുമ്പോഴും, ഹല്ലേലൂയ സ്തോത്രം, നീ യാത്ര ചെയ്യുമ്പോഴും, നീ ഏത് വഴി പോയാലും ഒരേ ആത്മാവ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. നീ നടന്നു പോയാലും, നീ വണ്ടിക്ക് പോയാലും, നീ ട്രെയിനിൽ പോയാലും, നീ ഫ്ലൈറ്റിൽ പോയാലും, സ്തോത്രം, ഒരേ ആത്മാവ് നിന്നെ ഭരിക്കണം. സ്തോത്രം. കേരളത്തിൽ ഹല്ലേലൂയ സ്തോത്രം പെന്തക്കോസ്തിന്റെ ഈറ്റില്ല എന്ന് പറയുന്നത് കുമ്മനാടെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. പെന്തക്കോസ്തിന്റെ ഈറ്റില്ല എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. കുമ്മനാട് നിന്നാലും ഗോവയിൽ പോയാലും ഒരേ ആത്മാവ്. മനസ്സിലായി കാണുമല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടുന്നില്ല, മനസ്സിലായില്ല. അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. അല്ലെ, കുമ്മനാട് നിന്നാലും ഗോവയിൽ പോയാലും ഒരേ ആത്മാവായിരിക്കണം, ഏക ആത്മാവിനാണ്. ഒരാമേ പറഞ്ഞേ. അടുത്ത എന്താ പഠിപ്പിക്കുന്നത്? സമാധാനത്തോടെ ഇരിപ്പി. അതുകൂടെ പഠിച്ചിട്ട് ദൈവം തന്ന ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. വായിച്ച് സഹായിക്കണം. റോമർ 12:18. റോമർ 12:18. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും. അപ്പൊ പറയാ, ആവോളം ഉള്ള സമാധാനം ഇല്ലാതാക്കാതെ, ഉള്ള സമാധാനം നശിപ്പിക്കാതെ, എന്താ പറയുന്നേ, ആവോളം എല്ലാരോടും സമാധാനത്തോടെ ആയിരിക്കും. ഇനിയും സംസാരിച്ചു കഴിഞ്ഞാൽ സമാധാനം പോകുമെന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ മിണ്ടാതിരിപ്പി. സ്തോത്രം. ഞാനും കേട്ടതാ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം പഠിക്കുമ്പോ തന്നെ പറയുന്നുണ്ട്, ശത്രു നിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നിന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. നമ്മൾ അവിടെ കടിഞ്ഞാണ് പൊട്ടിച്ച് സംസാരിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോ കടിഞ്ഞാണിടും. അല്ലെങ്കിൽ ഇതാ പലരുടെയും പ്രശ്നം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോ കടിഞ്ഞാണിടരുത്, ശത്രു മുമ്പിൽ ഇരിക്കുമ്പോ വേണം.
നിന്റെ വായിൽ നിന്ന് തന്നെ അവന് ബന്ധിക്കാനുള്ളത് നീ ഒരുക്കി കൊടുക്കരുത്. സ്തോത്രം. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ഇടപെടുന്നത് കൊണ്ട് പറയുക, നിന്റെ നാവീന്ന് തന്നെ നിനക്ക് ദോഷം വരുത്താൻ നീ ഇടവരുത്തരുത്. ക്രൈസ്തവനോട് മടങ്ങി വരുന്നു. അല്ലെങ്കിൽ സകല മനുഷ്യരോടും ആവോട് സമാധാനത്തോടെ ഇരിക്കണം. മനസ്സിലായോ? സമാധാനത്തോടെ ഇരിക്കണം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 37-ാം 4-ാമത്തെ വാക്യം. 37. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ അപ്പൻ അവനെ അധികമായിട്ട് സ്നേഹിക്കുന്നു എന്ന് കണ്ടിട്ട് ഹല്ലേലൂയ എന്ത് ചെയ്തു? അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞു. കണ്ടോ? അവരെക്കാളും ഉപരി അപ്പൻ അവനെ സ്നേഹിക്കുന്നു എന്നവർ കണ്ടപ്പോൾ അവനോട് സമാധാനത്തോടെ ഇരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, യോസഫ് സമാധാനത്തോടെ. എന്നാന്നറിയാമോ? അപ്പന്റെ സ്നേഹം അവന്റെ പേരുണ്ട്. എത്ര പേർക്ക് അത്ഭുതം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ നിന്റെ അകത്തൊരു സമാധാനം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, അപ്പന്റെ സ്നേഹം നിന്റെ മേൽ വാഴുന്നുണ്ട്. അപ്പന്റെ സ്നേഹം വാഴുന്നവൻ, അപ്പന്റെ സ്നേഹം വാഴണമെങ്കിൽ സമാധാനത്തോടെ. അപ്പന്റെ സ്നേഹം കിട്ടേണ്ടതുപോലെ കിട്ടാതിരുന്നപ്പോൾ അവർക്ക് സമാധാനമില്ലായിരുന്നു. എന്നാൽ അപ്പന്റെ സ്നേഹമുള്ളവന് സമാധാനമുണ്ട്. ദൂതൊക്കെ ഞാൻ അവസാനം പറയാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. 3-ാമത്തെ ഒരു വെളിപ്പാട്. മത്തായി 5:9. മതി. സമാധാനം ഉണ്ടാക്കുന്നവർ ഒരാമേ പറഞ്ഞേ, ഒരാമേ പറഞ്ഞേ. സമാധാനം ഉണ്ടാക്കുന്നവർ, സമാധാനം ഇല്ലാതാക്കുന്നവരല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ചിലര് പറയാറില്ലേ, വന്ന് കയറിയ സമാധാനം വിളിക്കാതിരിക്കുവാണ് അത്രേ നല്ലത്. പക്ഷെ ചിലരെ കുറിച്ച് നമ്മൾ പറയും, അയാളെ കാണുമ്പോൾ ഒരു സമാധാനം, അവരൊന്ന് വന്നു കഴിയുമ്പോൾ ഒരു സമാധാനം, അവര് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് സംസാരിച്ചു കഴിയുമ്പോ ഹല്ലേലൂയ. വചനം പറയുന്ന സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ ദൈവത്തിന്റെ ആമേൻ പറഞ്ഞേ. സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, നീ കാരണം സമാധാനം നഷ്ടപ്പെടരുത്, നീ കാരണം സമാധാനം ഉണ്ടാക്കപ്പെടണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു വിടുക. ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ വായിക്കേണ്ട പറയുന്നു. അതിൽ ആത്മാവിന്റെ ഫലമോ അതിലൊന്ന് സമാധാനം. സദൃശ്യവാക്യം 12:20 ഒന്ന് വായിച്ചു. സദൃശ്യവാക്യം 12:20. മറ്റൊരാൾ റോമാലേഖനം 12:14 എടുത്തു വെച്ചോ. റോമർ 12:14. സദൃശ്യം 12:20. ദോഷം നിരൂപിക്കുന്നവന്റെ ഹൃദയത്തിൽ എന്തുകൊണ്ട്? ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ചതിവുണ്ട്. ദോഷം ആരും നിരൂപിക്കുന്നോ, ദോഷം ചെയ്യാൻ ആരും ചിന്തിക്കുന്നോ, അവരുടെ ഹൃദയത്തിൽ ചതിവാണ്. അടുത്ത വാക്യമോ? സമാധാനത്തെ കുറിച്ച് ആലോചിക്കുന്നവരോ അവർക്ക് സന്തോഷമുണ്ട്. രാമേൻ പറ, രാമേൻ പറ. അതിന്റെ ദോഷം ചിന്തിക്കുന്നവൻ, ചതിവ് അവന്റെ ഹൃദയത്തിൽ വാഴുമ്പോൾ സമാധാനത്തെ കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടല്ലോ, സന്തോഷിക്കാൻ വകയുണ്ടെന്ന് ഒരു
പറഞ്ഞ് നിന്റെ കുടുംബത്തിന്റെ അകത്ത്, ജീവിതത്തിന്റെ അകത്ത് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ ദോഷം ചിന്തിക്കാതിരുന്നാൽ. റോമർ 12:14 എന്തോ വായിക്കുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പി, ശപിക്കാതെ അനുഗ്രഹിപ്പി. റോമർ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പി, ശപിക്കാതെ അനുഗ്രഹിപ്പി, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്തു. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. മതി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 14-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 14. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പി, ശപിക്കാതെ അനുഗ്രഹിപ്പി. ഹല്ലേലൂയ. ദൈവം എനിക്ക് തന്ന ഒരു ദൂതാണ് ഇന്ന് പകൽ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആ ദൂത് ആവശ്യമുള്ള ആരൊക്കെയോ ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ദൈവം അവിടെ പ്രവർത്തിച്ചുകൊള്ളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, സന്തോഷിക്കണം, യഥാസ്ഥാനപ്പെടണം, ആശ്വസിക്കണം, ഏക മനസ്സ്, ഐക്യതയുള്ളവരാകണം, സമാധാനമുള്ളവരാകണം. ഇങ്ങനെ ഉള്ളവരുടെ നടുവിൽ, ഹലോ, മനസ്സിലായോ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ റെഫറൻസ് അടക്കം ഞാൻ പറഞ്ഞ് വായിപ്പിച്ച് പ്രസംഗിച്ചത്. ഇങ്ങനെ ഉള്ളവരുടെ നടുവിൽ, ഒരാമേ പറഞ്ഞേ, ഇങ്ങനെ ഉള്ളവരുടെ നടുവിൽ, ഇങ്ങനെ ഉള്ളവരുടെ കൂടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആ ദൈവം വസിച്ചാലുള്ള വിടുതൽ എന്താ? അതാണ് ഇന്ന് പകലത്തെ ദൂത്. ഒറ്റ ദൂത് ദൈവം എനിക്ക് തന്നിട്ടുള്ളൂ. റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലാ ദൂത് കിടക്കുന്നത്. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളയും. ഒരാമേ പറഞ്ഞ് ഇന്ന് പകലത്തെ ദൂതാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിന്റെ നടുവിലുണ്ടെങ്കിൽ, നിന്റെ ഇടയിലുണ്ടെങ്കിൽ, അങ്ങനെ ആത്മാവിനോട് ഇടപെടുന്നു. സമാധാനത്തിന്റെ ദൈവം നിന്റെ ശുശ്രൂഷയോട് പോരാടിക്കൊണ്ടിരിക്കുന്ന, നിന്റെ കുടുംബത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഇന്ന് പകൽ ചിലരുടെ ജീവിതത്തിന് വിടുതൽ നടക്കട്ടെ. പ്രവാചകൾ പ്രവർത്തനമനക വേദി കെട്ടി പ്രവാഹന ദൈവശക്തി ഇതിന്റെ ശക്തി ഇതിന്റെ അകത്ത് വ്യാപിക്കട്ടെ. സ്നേഹത്തിന്റെയും ദൈവം നമ്മുടെ ഇടയിൽ വസിച്ചാൽ, നമ്മുടെ ഇടയിൽ വസിച്ചാൽ, നമ്മുടെ ഇടയിൽ വസിച്ചാൽ പരിശുദ്ധാത്മാവ് തരുന്ന ഭൂമികൾക്ക് വേഗത്തിൽ ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി പ്രാർത്ഥിച്ചേ എന്നോട് നിന്നോട് പോരാടുന്ന, നിന്റെ കുടുംബത്തോട് പോരാടുന്ന, നിന്റെ
പോരാടുന്ന നിന്റെ തലവനോട് പോരാടുന്ന ശക്തി ഇന്ന് ചില വിടുതൽ നടക്കുന്നു. പ്രാർത്ഥിച്ചു. ചില കുടുംബത്തിന്, ചില വ്യക്തികൾക്ക് നിങ്ങളോട് പോരാടുന്ന എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചു. എഴുന്നേറ്റ് നിന്ന് അല്പനേരം ആരാധിച്ചു. കൂടവാറ് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് ഭാഷ പറഞ്ഞ് ആത്മാവിൽ തുണിച്ചു. എന്നോട് ദൈവമേളവെന്നുക നിങ്ങളോട് പോരാടുന്ന, നിന്റെ കുടുംബത്തോട് പോരാടുന്ന, നിന്റെ തലമുറയോട് പോരാടുന്ന, പോരാടുന്ന, നന്മകളോട് പോരാടുന്ന ശക്തിയെ അനുസരിച്ച് നീ ഒരുങ്ങ തയ്യാറാകുന്നു. നിന്റെ നടുവിലവൻ വസിക്കുന്നു. നിന്റെ കാലിന്റെ കീഴ് എന്നോട് ദൈവം പറയാം, നിന്നോട് നിന്റെ കാലിന്റെ കീഴെ എന്റെ തലമും ഇന്ന് രാത്രി ശക്തിയാകട്ടെ നിന്റെ കാലിന്റെ കീഴെ ദൈവത്തിന്റെ ശക്തി നിനക്കെതിരെ യാതൊരു ചുറ്റുന്ന സാമാന്യ ശക്തി നിന്റെ കാലിന്റെ കീഴെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. നിന്റെ പരാജയപ്പെടുത്താൻ നോക്കുന്ന, നിന്റെ പരാജയപ്പെടുത്തുന്ന ശക്തി നിന്റെ കാലിന്റെ കീഴെ ആക്കുക. ഇന്ന് പകല ദൈവശക്തി വ്യാപരിക്കുന്നു. ഇന്ന് പകല ദൈവശക്തി വ്യാപരിക്കുന്നു. ആ വാക്ക് നിങ്ങൾ ഏറ്റെടുത്ത് ആരാധിക്ക്. വേഗത്തിൽ വേഗത്തിൽ എന്നോട് ദൈവം വേഗത്തിൽ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ സാത്താനാണോ? മന്ത്രവാദത്തിന്റെ സാത്താനാണോ? ആഭിചാരത്തിന്റെ സാത്താനാണോ? നിരാശയുടെ സാത്താനാണോ? വാർത്തയുടെ പോരാടുന്ന സാത്താനാണോ? ഏത് സാത്താനായാലും ദൈവാത്മാവ് ഇന്നുവരെ ഇടപെടുന്നു. നിന്റെ കാര്യത്തെ കീഴ് അതിനെ സാമൂഹ്യ പൈസാലിക പോലെ സാത്താന്റെ പോലെ ഇന്ന് നഗരത്തിന് വന്ന
എല്ലാ താല്പര്യം പോലെ തകരട്ടെ. എല്ലാ സാമാന്യം പോലെ തകരട്ടെ. എല്ലാ സാമാന്യ പോലെ എല്ലാ സാത്താന്യ ശക്തി തകരട്ടെ. എല്ലാ സാത്താന്യ ശക്തി തകരട്ടെ. എല്ലാ സാത്താന്യ ശക്തി യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ഈ മൂന്ന് സ്വീകരിക്കുന്ന എല്ലാവരും സാത്താന്യ പോലെ തകരട്ടെ. കണ്ണുകൾ അടച്ച് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചു നിന്നാണ് കുട്ടിയമനത വേദികടക എന്നോ ദൈവാത്മാ കാണിക്കുകയാണ്. ഇന്ന് ചില സാത്താന്യ പോര്, സാത്താന്യ ശക്തിയുടെ പോര് നിന്റെ ശരീരത്തു കഴിയുന്നു. നിന്റെ ശരീരത്തു കഴിയുന്നു. നിന്റെ ശരീരത്തു കഴിയുന്നു. പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ല. ദൈവം തൊടുക്കാൻ നിങ്ങളെ ശരീരത്തോട് പോരാടുന്ന സാത്താന്യ പോര് ദൈവത്തിന്റെ കാണിക്കുന്നു. ചില നന്മകളോട് പോരാടുന്ന, ചില നന്മകളോട് പോരാടുന്ന അടിയുന്നു. കർത്താവത് ചെയ്യുക, കർത്താവത് ചെയ്യുക, കർത്താവത് ചെയ്യുക, കർത്താവത് ചെയ്യുക. ചില നന്മകളോടുള്ള പോര്, സാധ്യത പോര് അഴിയട്ടെ, 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 അഴിയട്ടെ. ചില വാക്കുകൾ പോര്, ചില വാക്കുകളിലുള്ള സാമാന്യ പോര് ഇപ്പോൾ അഴിയുന്നു, ഇപ്പോൾ അഴിയുന്നു, ഇപ്പോൾ അഴിയുന്നു, ഇപ്പോൾ അഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശുശ്രൂഷയുള്ള കാര്യം, ശുശ്രൂഷയുള്ള കാര്യം, ശുശ്രൂഷയുള്ള കാര്യം, നിന്റെ വിളികളുള്ള കാര്യം, നിന്റെ മേലുള്ള ആ സാമാന്യം അഴിയുന്നു. അഴിയുന്നത്, 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 അഴിയുന്നത്. അടിച്ചു, അടിച്ചു, അടിച്ചു. അടിച്ചു മാറുന്നു, അടിച്ചു മാറുന്നു, അടിച്ചു മാറുന്നു. സാധാന്യ പോര്, സാധാന്യ പോര്. ശക്തമായി പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി വെളിപ്പെട്ട വിഷയങ്ങൾക്ക് ജയമാണ്, വെളിപ്പെട്ട വിഷയങ്ങൾക്ക് ജയമാണ്, വെളിപ്പെട്ട വിഷയങ്ങൾക്ക് ജയമാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങൾ ഇങ്ങനെ പൂരിപ്പിക്കണം. അതോ നിങ്ങൾ ഇങ്ങനെ പൂരിപ്പിക്കണം. എന്റെ കാൽ കീഴെ. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞേ, അങ്ങനെ ഒന്ന് പറഞ്ഞ വേഗത്തിൽ
സാത്താനെ എന്റെ നമ്മളെ എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലിരിക്കും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, നല്ല നിമിഷത്തിനായി നന്ദി. അവിടുന്ന് നൽകി തന്ന നല്ല ആലോചനയ്ക്കായി നന്ദി. അവിടുന്ന് ഞങ്ങളുടെ മേൽ പകർന്ന വിടുതലിനായി സ്തോത്രം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പോരാടിയ ചില സാധാന്യ മണ്ഡലങ്ങളെ ഇന്നു പകലിൽ ഞങ്ങളുടെ കാൽ കീഴിലാക്കിയതിനായി ഞങ്ങൾ വിശ്വസിച്ചു സ്തോത്രം ചെയ്യുന്നു. ലഭിച്ചു എന്ന് വിശ്വസിച്ചു സ്തോത്രം ചെയ്യുകയും ഞങ്ങൾ വിശ്വസിച്ചു സ്തോത്രം ചെയ്യും. ഇന്ന് കൂടി വന്ന ജനത്തിനെ അനുഗ്രഹിക്കുന്നു. ഭൂമിയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളോട് സംസാരിച്ച വചനം കേട്ട് അനുസരണയുള്ളവരാക്കി തീർക്കണം. ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ നടുവിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ വചന ദൂതാലോചനകളുടെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ദൈവജനത്തെയും കർത്താവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗ പ്രാർത്ഥന കേട്ടതിലോ എല്ലാ മഹത്വവും മനസ്സോടെ ആ കാൽക്ക് സമർപ്പിക്കുന്നു. വേഗം വരും യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാകും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവൽക്കുണ്ടായി നാം പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളിലും ഇന്ന് പ്രാപിച്ചെടുത്ത സകല വചന ദൂതുകളുടെ മേലും വിടുതലിന്റെ മേലും കൂടപ്പെട്ട സകല ദൈവമക്കളുടെ മേലും ശുശ്രൂഷകളുടെ മേലും കർത്താവിന്റെ സകല വിശുദ്ധന്മാരുടെ മേലും അവിടുത്തെ വേഗ പ്രത്യക്ഷതയോളം ഉണ്ടായിരിക്കുമാറാകണമേ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യാൻ തന്ന ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും സ്നേഹത്തോടുള്ള വന്ദനം. ഈ വചനം നിങ്ങൾക്കൊരു ജയമാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം എല്ലാവരെയും പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ തുടരുക, അല്ലാത്തവർക്ക് ലെഫ്റ്റ് ആകാം. കർത്താവ്